പീരുമേട് താലൂക്ക് ആശുപത്രി പടിക്കലുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം അപകടാവസ്ഥയിലായിട്ടും പരിഹാരം കാണാൻ ഇനിയും നടപടിയായില്ല. 2018 പ്രളയത്തിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പിൻവശം ഇടിഞ്ഞ് അപകടാവസ്ഥയിലായത്. നിരവധി തവണ വിഷയം ബന്ധപ്പെട്ട അധികാരികൾ മുമ്പാകെ അറിയിച്ചെങ്കിലും തുടർ നടപടിയില്ലെന്നാണ് പരാതി. വർഷങ്ങൾക്ക് മുൻപ് അഴുത ബ്ലോക്ക് പഞ്ചായത്താണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം സൗകര്യങ്ങളോടെ നിർമ്മിച്ചത്. ആശുപത്രിയിൽ എത്തി മടങ്ങുന്നവർക്ക് ഉൾപ്പെടെ വിശ്രമിക്കുവാൻ കഴിയത്തക്ക വിധമാണ് നിർമ്മിച്ചത്. 2018 പ്രളയ സമയത്ത് ഇതിന്റെ പിൻവശത്തെ മൺതിട്ട ഇടിയുകയായിരുന്നു. ഇതോടെ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം അപകടാവസ്ഥയിലായിരുന്നു. എന്നാൽ സംഭവം നടന്ന വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതിന്റെ അപകടാവസ്ഥ പരിഹരിക്കുവാൻ ബന്ധപ്പെട്ടവർക്ക് ആകുന്നില്ല എന്ന പരാതിയാണ് ഉയർന്നത്. 2018 പ്രളയത്തില് ഈ വെയിറ്റിംഗ് അടിവശം മൊത്തം ഇടിഞ്ഞു പോയതാണ്. ഇപ്പോൾ അതിൽ നിന്ന് ഭക്ഷണം ആൾക്കാർ കഴിച്ചിട്ട് അതിൽ വേസ്റ്റ് ഇടുന്നതുകൊണ്ട് പള്ളിയിൽ മൊത്തം കുത്തി അത് ലെവലാക്കി വെച്ചിരിക്കുകയാണ്. ഏത് നിമിഷവും അത് താഴെ പോകാം. അത് താഴെ പോയാലുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡുകൂടെ നശിച്ചു പോകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാകണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് അടിവശം മൊത്തം പോയിരിക്കുകയാണ്. ഇനി അതിനകത്ത് പോകാനൊന്നുമില്ല. എല്ലാം ഇടിഞ്ഞ് മണ്ണ് എലിമാന്തിയും വെച്ചിരിക്കുകയാണ്. നിരവധി തവണ വിഷയം മാധ്യമ വാർത്ത ആയുധമാണ്. നിലവിൽ അപകടാവസ്ഥയിലായ ഇവിടെ ആളുകൾ കയറി ഇരിക്കുന്നുണ്ട്. വീണ്ടും ഒരു മണ്ണിടിച്ചിലോ മറ്റോ ഉണ്ടായാൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൂർണ്ണമായും നിലംപതിക്കും. ഈ സാഹചര്യം മനസ്സിലാക്കി ബന്ധപ്പെട്ടവരുടെ നേതൃത്വത്തിൽ ഇതിന് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച അപകട ഭീഷണി ഒഴിവാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.